ഹായ് ഓൾ, ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ടോപ്പിക് അസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ. വാട്ട് ഈസ് മീൻ ബൈ എ മൾട്ടി വൈബ്രേറ്റർ? The circuit that generates square wave or any non-sinusoidal wave is known as multi vibrator. അതായത് സ്ക്വയർ വേവ് അല്ലെങ്കിൽ എന്തെങ്കിലും സിനുസോയിഡൽ അല്ലാത്ത വേവ് ഫോം ജനറേറ്റ് ചെയ്യുന്ന സർക്യൂട്ടിനെ മൾട്ടി വൈബ്രേറ്റർ എന്ന് പറയുന്നു. ഡിപ്പെൻഡിങ് അപ്പോൺ ദ പെർഫോമൻസ് ഓഫ് എ മൾട്ടി വൈബ്രേറ്റർ, ദേ ആർ ക്ലാസിഫൈഡ് ഇൻ ടു 3. ദേ ആർ അസ്റ്റേബിൾ ഓർ ഫ്രീ റണ്ണിങ് multi vibrator. Second one, monostable or one shot multi vibrator. Third one, bistable or flip-flop multi vibrator. Okay, topic like varam. Astable multi vibrator. A multi vibrator which has no stable state is known as അസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ. അതായത് സ്റ്റേബിളായിട്ട് ഒരു സ്റ്റേറ്റും ഇല്ലാത്ത മൾട്ടി വൈബ്രേറ്റർ, അതായത് അസ്റ്റേബിൾ എന്ന് പറഞ്ഞാൽ സ്റ്റെബിലിറ്റി ഇല്ലാത്ത മൾട്ടി വൈബ്രേറ്റർ എന്ന് പറഞ്ഞാൽ മൾട്ടി വൈബ്രേറ്റർ വിച്ച് ഹാസ് നോ സ്റ്റേബിൾ സ്റ്റേറ്റ് ഈസ് നോൺ ആസ് അസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ. ഇനി അതിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം ഇതാണ്. ഒരു ട്രാൻസിസ്റ്റർ അസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്ററിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം. ഇനി അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ നോക്കാം. The circuit consists of two identical common emitter amplifiers, each providing a feedback to each other. അതായത് നമ്മുടെ അസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ കൺസിസ്റ്റ് ഓഫ് ടു ഐഡൻറ്റിക്കൽ കോമൺ എമിറ്റർ ആംപ്ലിഫയേഴ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിയറിയാം ട്രാൻസിസ്റ്റർ Q1, RC1, അതുപോലെ ബയാസിന് വേണ്ടിയിട്ട് R2 ചേർന്ന് ഒരു കോമൺ എമിറ്റർ ആംപ്ലിഫയറും, അതുപോലെ തന്നെ ട്രാൻസിസ്റ്റർ Q2, RC2, Q2ൻ്റെ ബയാസിങ്ങിന് ഒരു R1 ചേർന്ന് അടുത്ത ഒരു കോമൺ എമിറ്റർ ആംപ്ലിഫയറും കൂടെ ചേർന്ന് അങ്ങനെ രണ്ട് ഐഡൻറ്റിക്കൽ ആയിട്ടുള്ള കോമൺ എമിറ്റർ ആംപ്ലിഫയർ സെക്ഷനാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതുപോലെ ഈച്ച് പ്രൊവൈഡിങ് എ ഫീഡ്ബാക്ക് ടു ഈച്ച് അതർ. ഇവിടെ നോക്കിയറിയാം Q1ൻ്റെ കളക്ടറിൽ നിന്ന് ഒരു ഫീഡ്ബാക്ക് ഈ കപ്പാസിറ്റർ വഴി നേരെ Q2ൻ്റെ ബേസിലേക്ക് കൊടുത്തിരിക്കുന്നു. അതേപോലെ തന്നെ Q2 എന്ന ട്രാൻസിസ്റ്ററിൻ്റെ കളക്ടറിൽ നിന്നും C2 കപ്പാസിറ്റർ വഴി നേരെ Q1 ട്രാൻസിസ്റ്ററിൻ്റെ ബേസിലേക്കും ഒരു ഫീഡ്ബാക്ക് കൊടുത്തിരിക്കുന്നു. അപ്പം നമ്മൾ പറഞ്ഞിരുന്നത് ടു ഐഡൻറ്റിക്കൽ കോമൺ എമിറ്റർ ആംപ്ലിഫയേഴ്സ് എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പം ഇത് ഐഡൻറ്റിക്കൽ ആവണം എന്നുണ്ടെങ്കിൽ ഈ രണ്ട് കോമൺ എമിറ്റർ കോൺഫിഗറേഷനും ഐഡൻറ്റിക്കൽ ആവണമെങ്കിൽ എന്ത് വേണം? ട്രാൻസിസ്റ്റർ Q1 ആൻഡ് Q2 ആർ ഐഡൻറ്റിക്കൽ. രണ്ടും ഒരേ ടൈപ്പ് ട്രാൻസിസ്റ്റേഴ്സ് ആയിരിക്കണം ആവേണ്ടത്. ഒരേ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഐഡൻറ്റിക്കൽ എന്ന് പറഞ്ഞാൽ നമ്പർ വരെ സെയിം ആയിരിക്കണം. അതായത് Q1 എന്ന് പറഞ്ഞിട്ടുണ്ട് BC148 ആണെങ്കിൽ Q2 BC148 തന്നെ വേണം ആവാൻ. അതുപോലെ റെസിസ്റ്റേഴ്സ് RC1 ഈസ് ഈക്വൽ ടു RC2 ആയിരിക്കണം, R1 ഈസ് ഈക്വൽ ടു R2 ആയിരിക്കണം, അതുപോലെ കപ്പാസിറ്റർ C1 ഈസ് ഈക്വൽ ടു C2 ആയിരിക്കണം. അപ്പോൾ എങ്കിൽ മാത്രമേ ഉള്ളൂ എന്താവുള്ളൂ, ഇത് രണ്ട് കോമൺ എമിറ്റർ ആംപ്ലിഫയർ കോൺഫിഗറേഷൻസും ഐഡൻറ്റിക്കൽ ആവുള്ളൂ. അതുപോലെ ഔട്ട്പുട്ട് ഈസ് ടേക്കൺ ഇൻ ബിറ്റ്വീൻ കളക്ടർ ഓഫ് Q1 ആൻഡ് ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ ഈ Q1ൻ്റെ ഗ്രൗണ്ടും കളക്ടറും ഈ ഗ്രൗണ്ടും തമ്മിൽ വേണമെങ്കിൽ ഔട്ട്പുട്ട് എടുക്കാം. ഓർ ഇറ്റ് ഈസ് ടേക്കൺ ഇൻ ബിറ്റ്വീൻ കളക്ടർ Q2 ആൻഡ് ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ Q2വിൻ്റെ കളക്ടറിനും ഗ്രൗണ്ടിനും ഇടയ്ക്കൊന്നും വേണമെങ്കിലും എന്ത് ചെയ്യുക, ഔട്ട്പുട്ട് എടുക്കുക എന്ന് പറഞ്ഞാൽ ഒന്നാൽ ഇവിടുന്ന് എടുക്കാം അല്ലെങ്കിൽ ഇവിടുന്ന് എടുക്കാം, രണ്ടിടത്തുനിന്ന് വേണമെങ്കിലും ഔട്ട്പുട്ട് നമുക്ക് എടുക്കാം. ഇനി അടുത്ത വർക്കിംഗ് നോക്കാം. ഇതാണ് അതിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം. ഓക്കെ, വെൻ സപ്ലൈ ഈസ് ഓൺ, സപ്ലൈ ഓൺ ആക്കിയാൽ എന്ത് സംഭവിക്കും? ബോത്ത് ട്രാൻസിസ്റ്റേഴ്സ് സ്റ്റാർട്ട് കണ്ടക്ടിങ്. രണ്ട് ട്രാൻസിസ്റ്റർ Q1 Q2 എന്ത് ചെയ്യാൻ തുടങ്ങും? കണ്ടക്ട് ചെയ്യാൻ തുടങ്ങും. പക്ഷേ നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു ട്രാൻസിസ്റ്റർ Q1 ആൻഡ് Q2 ആർ ഐഡൻറ്റിക്കൽ. പക്ഷേ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിലാക്കണം, ഒരു വസ്തുത മനസ്സിലാക്കണം. ഒരിക്കലും ഒരേ ബാച്ചിലുള്ള ഒരു ട്രാൻസിസ്റ്റർ, ഒരേ നമ്പറിലുള്ള ഒരേ ബാച്ചിലുള്ള ട്രാൻസിസ്റ്റർ എടുത്താൽ പോലും 100% ഐഡൻറ്റിക്കലായിട്ടുള്ള രണ്ട് ട്രാൻസിസ്റ്റർ ഉണ്ടാവില്ല. ട്രാൻസിസ്റ്റർ എന്നുള്ളത് മാത്രമല്ല കേട്ടോ, ഇപ്പോൾ വണ്ടി ആയിക്കോട്ടെ, എത്ര നല്ല കമ്പനിയുടെ BMW അല്ലെങ്കിൽ അതിൻ്റെ അപ്പുറമുള്ള വേറെ വലിയ വണ്ടികൾ എടുത്താലും
ഒരേപോലെ ഇറങ്ങുന്ന ഒരേ ബാച്ചിൽ ഇറങ്ങുന്ന 2 കാറുകൾ തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ടാകും നമ്മളറിയാം. അപ്പം എന്ന് പറയുന്ന പോലെ ട്രാൻസിസ്റ്ററിൻ്റെ കേസിൽ എന്തെടുത്തിട്ടുണ്ടെങ്കിലും വളരെ മൈന്യൂട്ട് മൈക്രോസ്കോപ്പിക് ലെവലിലുള്ള ചേഞ്ചസ് ഉണ്ടാവും. അപ്പം നമ്മളിപ്പം ട്രാൻസിസ്റ്റേഴ്സ് ഉണ്ടാക്കുന്നത് എന്തുകൊണ്ടാണ്? സെമി കണ്ടക്ടറാണ്, സിലിക്കണൊക്കെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിനകത്തേക്ക് ഇപ്പോൾ NPN ട്രാൻസിസ്റ്ററിനകത്ത് N ടൈപ്പും P ടൈപ്പ് ഇമ്പ്യൂരിറ്റീസ് ഡിഫ്യൂസ് ചെയ്യുകയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആറ്റംസ് അതിൻ്റെ മോളിക്യൂൾസ് അതിനകത്തേക്ക് നമ്മൾ ഡിഫ്യൂസ് ചെയ്താണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഡോപ്പിംഗ് ചെയ്യുമ്പോൾ അതിൻ്റെ ആറ്റംസ് ഇപ്പം P ടൈപ്പ് ആറ്റം ഇപ്പം ഇവിടെ ഇപ്പോൾ ഈ Q1-നകത്ത് 500 എണ്ണം, ഇപ്പം ഞാൻ ചുമ്മാ വെറുതെ ഒരു എക്സാമ്പിളായിട്ട് പറയുന്നത്. ഇപ്പോൾ ഇതിൻ്റെ ബേസിൽ 500 P ടൈപ്പ് ഇമ്പ്യൂരിറ്റീസ് ആണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ ഇതിൻ്റെ 500 കൊടുക്കാൻ കമ്പനി നോക്കിയാലും ചിലപ്പോൾ 501, 502, 510 ഒക്കെ വരും. കൃത്യം എണ്ണി ആറ്റംസ് എണ്ണി കൊടുക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ കൃത്യമായിട്ട് നടക്കില്ല. വളരെ മൈക്രോസ്കോപ്പിക് അല്ലെങ്കിൽ ആറ്റോമിക് ലെവലിലുള്ള വേരിയേഷൻസ് എങ്കിലും ഉണ്ടാവും. അപ്പം അതനുസരിച്ചിട്ട് ഉണ്ടാകുമെന്നാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ 2 ട്രാൻസിസ്റ്ററിൻ്റെ പാരാമീറ്ററിൽ വേരിയേഷൻ ഉണ്ടാകും. പ്രത്യേകിച്ച് ബീറ്റ, അതുപോലെ ബീറ്റ എന്ന പാരാമീറ്ററും അതുപോലെ VBE ബേസ് എമിറ്റർ വോൾട്ടേജ്, ആ 2 പാരാമീറ്ററിലും വ്യത്യാസം ഉണ്ടാവും. അപ്പം അതനുസരിച്ചിട്ട് എന്ത് ചെയ്യുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, അപ്പം ഞാനങ്ങ് ഇപ്പോൾ പറഞ്ഞു വെച്ചെന്നേ ഉള്ളൂ. അപ്പം ഒരിക്കലും എന്ത് ചെയ്യില്ല, Q1 Q2 100% ഐഡൻറ്റിക്കലായിട്ട് കിട്ടില്ല. അപ്പം സപ്ലൈ ഓൺ ആകുമ്പോൾ 2 ട്രാൻസിസ്റ്റർ Q1 Q2 കണ്ടക്ട് ചെയ്യാൻ തുടങ്ങും. എങ്കിലും ഈ പാരാമീറ്റർ വേരിയേഷൻ കാരണം എന്ത് സംഭവിക്കുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ട്രാൻസിസ്റ്റർ, ഏതെങ്കിലും ഒരു ട്രാൻസിസ്റ്റർ, നമുക്ക് ഉറപ്പൊന്നും പറയാൻ പറ്റില്ല, ദാറ്റ് മേ ബി Q1 ഓർ Q2 ഏതും ആവാം, ഏതെങ്കിലും ഒരു ട്രാൻസിസ്റ്റർ അല്പം കൂടുതൽ കണ്ടക്ട് ചെയ്യാൻ തുടങ്ങും, അല്ലെങ്കിൽ ഒരല്പം കൂടെ ഒരു പൊടിക്ക് നേരത്തെ ഇവൻ കണ്ടക്ഷൻ തുടങ്ങും, അല്ലെങ്കിൽ ഒത്തിരി കൂടുതലായിട്ട് കണ്ടക്ട് ചെയ്യാൻ തുടങ്ങും. അപ്പം ഞാനിവിടെ അസ്യൂം ദാറ്റ് ട്രാൻസിസ്റ്റർ Q1 കണ്ടക്ട്സ് മോർ. അപ്പോൾ ട്രാൻസിസ്റ്റർ Q1 കണ്ടക്ട് ചെയ്യണം, ഒരല്പം കൂടുതൽ കണ്ടക്ട് ചെയ്യണം. അപ്പോൾ ഇത് കണ്ടക്ട് ചെയ്യുമ്പം ഇനി ഇവിടെ നിങ്ങൾ നോക്കിയേ, ഇതിൻ്റെ ഇവിടെ ഈ ഗ്രൗണ്ടാണ്, ഇവിടെ RC1 വന്നിട്ട് ഇവിടെ എന്താണ് +V വോൾട്ടാണ്. അപ്പോൾ ഇവിടെ ഇനി ഈ ട്രാൻസിസ്റ്റർ ഒരല്പം കൂടുതൽ കണ്ടക്ട് ചെയ്യാൻ തുടങ്ങുക എന്ന് വെച്ചാൽ എന്താണ്, ഇതിൻ്റെ റെസിസ്റ്റൻസ്, ട്രാൻസിസ്റ്റർ Q1-ൻ്റെ റെസിസ്റ്റൻസിന് ഒരു അല്പം കുറവ് വരുന്നത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, അല്പം കുറവ് വരും, അതുകൊണ്ടാണല്ലോ കണ്ടക്ഷൻ കൂടുന്നത്. അപ്പോൾ അങ്ങനെ ഇവിടെ ഈ ഒരു കണ്ടക്ഷൻ വരുമ്പോൾ ഇവിടുത്തെ റെസിസ്റ്റൻസിന് ഒരല്പം കുറവ് വരുമ്പോഴാണ് കണ്ടക്ഷൻ ഒരല്പം കൂടുന്നത്. അപ്പോൾ അതനുസരിച്ചിട്ട് ഈ റെസിസ്റ്റൻസ് കുറയുന്നത് RC1 ഇവിടെ ഒരു റെസിസ്റ്റൻസിൻ്റെ ഇതായിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ഈ പോയിന്റിലെ ഇത് കുറഞ്ഞാൽ, ഈ റെസിസ്റ്റൻസ് കുറഞ്ഞാൽ ഈ പോയിന്റിലെ വോൾട്ടേജ്, നിങ്ങൾ പോയിന്റിലേക്ക് നോക്കുക, ഈ പോയിന്റിലെ വോൾട്ടേജ് എന്ത് ചെയ്യും, ഒരല്പം കുറയും. അപ്പം അത് കുറഞ്ഞാൽ എന്ത് ചെയ്യും, ഈ പോയിന്റിലെ വോൾട്ടേജ് കുറഞ്ഞാൽ ഒരല്പം, വലിയ കാര്യമായിട്ടൊന്നുമില്ല, ചെറിയൊരു കുറവ് കുറഞ്ഞു. അപ്പോൾ ഇവിടെ ഒരു കപ്പാസിറ്റർ C1 ആണ്. കപ്പാസിറ്ററെ പറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താ കപ്പാസിറ്റർ പാസസ് AC ആൻഡ് ബ്ലോക്ക് DC, അതായത് കപ്പാസിറ്റർ ACയെ പാസ് ചെയ്യുകയും DCയെ ബ്ലോക്ക് ചെയ്യുകയും ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ഈ ഒരു പോയിന്റിൽ, നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ഒരു പോയിന്റിലെ വോൾട്ടേജിന് ഒരു കുറവ് വരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു AC ഇഫക്റ്റാണ്, എന്ന് പറഞ്ഞാൽ ഒരു ചേഞ്ചിങ് ഇഫക്റ്റാണ് വരുന്നത്. ഉണ്ടാകുന്ന ആ ചേഞ്ച് കപ്പാസിറ്റർ C1 എന്ത് ചെയ്യും, ഉണ്ടാകുന്ന ആ ചേഞ്ച് എന്തായാലും കപ്പാസിറ്റർ C1 എടുക്കും. അപ്പോൾ ഈ C1 അതിനകത്ത് അത് പാസ് ചെയ്യും ആ ചേഞ്ച്. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ആ വോൾട്ടേജ് ചേഞ്ച് C1 വഴി പാസ് ചെയ്ത് നേരെ ഇതിവിടെ എങ്ങോട്ടാണ് കണക്ട് ചെയ്തേക്കുന്നത്, ട്രാൻസിസ്റ്റർ Q2-ൻ്റെ ബേസിൽ വന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രാൻസിസ്റ്റർ Q2-ൻ്റെ ബേസ് എമിറ്റർ വോൾട്ടേജ് അല്പം കുറഞ്ഞു. അതായത് ഇവിടുത്തെ ഈ വോൾട്ടേജ് കുറഞ്ഞപ്പോൾ ഈ വഴി നേരെ ഇവിടെ വന്നപ്പം ഇതിൻ്റെ ബേസ് എമിറ്റർ വോൾട്ടേജ്, Q2-ൻ്റെ ബേസ് എമിറ്റർ വോൾട്ടേജ് കുറഞ്ഞു. ഒരു ട്രാൻസിസ്റ്ററിൻ്റെ ബേസ് എമിറ്റർ വോൾട്ടേജ് കുറയുമ്പം അത് കുറേ കൂടെ റിവേഴ്സ് ബയാസിലേക്ക് വരാനാണ് തുടങ്ങുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ കണ്ടക്ടിവിറ്റി കുറയാനാണ് പോകുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ എന്ത് സംഭവിക്കും, ഇതിൻ്റെ ബേസ് എമിറ്റർ വോൾട്ടേജ് കുറയുമ്പോൾ ഈ ട്രാൻസിസ്റ്റർ Q2-ൻ്റെ കണ്ടക്ടിവിറ്റി നേരത്തെ ഉണ്ടായിരുന്നു ഒരു പൊടിക്ക് കുറയുന്നു, ഒരല്പം കുറയുന്നു. അപ്പോൾ ഇതിൻ്റെ Q2-ൻ്റെ കണ്ടക്ടിവിറ്റി കുറയുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ Q2-ൻ്റെ ആ റെസിസ്റ്റൻസ് എന്ത് ചെയ്യുകയാണ്, എന്തെങ്കിലും എലമെൻറ്റിൻ്റെ റെസിസ്റ്റൻസ് കൂടുമ്പോഴാണ് കണ്ടക്ടിവിറ്റി കുറയുന്നത്. അപ്പം Q2-ൻ്റെ റെസിസ്റ്റൻസ് ഇൻറ്റേർണൽ ആ റെസിസ്റ്റൻസ് അങ്ങ് കൂടുകയാണ് ചെയ്യുന്നത്. ആ പോയിന്റിലെ റെസിസ്റ്റൻസ് ഇവിടെ കൂടുമ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിയറിയാം, ഇത് +V, ഇത് RC2, ഇവിടെ ഈ ട്രാൻസിസ്റ്റർ Q2, ഇവിടെ ഗ്രൗണ്ട് ഉള്ളപ്പം ഇതൊരു വോൾട്ടേജ് ഡിവൈഡിങ് പോലെയാണ് ഇവിടെ വന്നിരിക്കുന്നത്, RC2 ട്രാൻസിസ്റ്റർ Q2. അപ്പോൾ ഈ പോയിന്റിലെ വോൾട്ടേജ് എന്ത് സംഭവിക്കും, സ്വാഭാവികമായും ഇവിടുത്തെ റെസിസ്റ്റൻസ് കൂടുമ്പോൾ ഈ പോയിന്റിലെ വോൾട്ടേജ് എന്ത് ചെയ്യും, അല്പം കൂടാൻ തുടങ്ങും.
ആ കൂടിച്ച നേരെ ഇവിടെ ഈ കപ്പാസിറ്റർ എന്ത് ചെയ്യും, ആ കപ്പാസിറ്റർ നേരെ ഇവിടെ വോൾട്ടേജ് കൂടുന്ന ആ കൂടൽ നേരെ ഇങ്ങ് പാസ് ചെയ്യും. ഈ പാസ് ചെയ്യുന്ന നേരെ ഇത് എവിടെയാണ് കിട്ടിയേക്കുന്നത്, Q2 ട്രാൻസിസ്റ്ററിൻ്റെ ബേസിലാണ് വന്നേക്കുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ Q1 ട്രാൻസിസ്റ്ററിൻ്റെ ബേസിലേക്കാണ് വന്നേക്കുന്നത്. അതായത് ട്രാൻസിസ്റ്റർ Q1ൻ്റെ ബേസ് എമിറ്റർ വോൾട്ടേജ് എന്തായി, അല്പം കൂടെ കൂടാൻ തുടങ്ങി. അപ്പം ഈ ട്രാൻസിസ്റ്റർ Q1ൻ്റെ ബേസ് എമിറ്റർ വോൾട്ടേജ് കൂടിക്കഴിഞ്ഞാൽ ഈ ട്രാൻസിസ്റ്റർ കുറേ കൂടെ കൂടുതൽ കണ്ടക്ട് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ട്രാൻസിസ്റ്റർ കുറച്ചുകൂടെ കൂടുതൽ കണ്ടക്ട് ചെയ്യാൻ തുടങ്ങി. ഈ ട്രാൻസിസ്റ്റർ Q1 കുറേ കൂടെ കൂടുതൽ കണ്ടക്ട് ചെയ്യാൻ തുടങ്ങുമ്പം അതിൻ്റെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് അവിടെ കുറയുകയാണ് ചെയ്യുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ Q1ൻ്റെ കളക്ടർ വോൾട്ടേജ് എന്ത് ചെയ്യും, കളക്ടറിൻ്റെ ആ പോയിൻ്റെ വോൾട്ടേജ് എന്ത് ചെയ്യാൻ തുടങ്ങും, കുറച്ചുകൂടെ കുറയുന്നു. ആ കുറവും C1 വഴി നേരെ Q2ൻ്റെ ബേസിലേക്ക് എത്തി. അതിൻ്റെ ബേസ് എമിറ്റർ വോൾട്ടേജ് എന്ത് ചെയ്യുന്നു, വീണ്ടും കുറയുന്നു. അപ്പോൾ Q2ൻ്റെ കണ്ടക്ടിവിറ്റി എന്ത് ചെയ്യുന്നു, കുറച്ചുകൂടെ കുറയുന്നു. അപ്പോൾ Q2ൻ്റെ കളക്ടറിലുള്ള വോൾട്ടേജ് എന്താവുന്നു, Q2ൻ്റെ കളക്ടർ വോൾട്ടേജ് കുറച്ചുകൂടെ കൂടുന്നു. ആ കൂടുന്ന വോൾട്ടേജ് C2 വഴി നേരെ ഇങ്ങോട്ട് വരുന്നു. C2 വഴി നേരെ Q1ൻ്റെ ബേസിലേക്ക് വരുന്നു. ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്ത് പെട്ടെന്ന് പറയുമ്പം ഞാൻ ഇത്രയും സമയം എടുത്തിട്ടുണ്ടായിരുന്നു. മറ്റേ മൈക്രോസ്കോപ്പിക് ടൈമിനുള്ളിൽ എന്ത് സംഭവിക്കുന്നു ചോദിച്ചിട്ടുണ്ടെങ്കിൽ ട്രാൻസിസ്റ്റർ Q1 എന്താവും, സഡനായിട്ട് അവൻ അങ്ങോട്ട് ഓൺ ആയിക്കോളും. അതേപോലെ തന്നെ എന്ത് ചെയ്തോളും, ട്രാൻസിസ്റ്റർ Q2 സെയിം ടൈമിൽ Q2 ഓഫുമായി. ട്രാൻസിസ്റ്റർ Q1 ഓൺ ആയി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ Q1ൻ്റെ കളക്ടറിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് എന്തായി, കളക്ടറിലെ പോയിൻ്റെ വോൾട്ടേജ് എന്തായി, ഗ്രൗണ്ടായി. അല്ലെങ്കിൽ ഇത് ഈ VC ആണ് ഈ പൊട്ടൻഷ്യൽ. ഇവിടെ ആ മാർക്കർ നോക്കിയാൽ അറിയാം, നിങ്ങൾ നോക്കിയേ. അപ്പോൾ ഈ ഇവിടം തൊട്ട് ഇതിൻ്റെ Q1ൻ്റെ കളക്ടർ തൊട്ട് ഗ്രൗണ്ട് വരെയുള്ള വോൾട്ടേജ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ VC ആണ്, കളക്ടർ എമിറ്റർ വോൾട്ടേജ് ആണ്. പക്ഷേ ഏത് കേസാണത്, സാച്ചുറേഷൻ ലെവലിലുള്ളതാണ്. എന്ന് പറഞ്ഞാൽ VC സാച്ചുറേഷനാണ്. VC സാച്ചുറേഷൻ എന്ന് പറഞ്ഞാൽ ഒരു 0.2 വോൾട്ടേ ഉള്ളൂ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഈ ട്രാൻസിസ്റ്റർ Q1 ഓൺ ആകുമ്പോൾ Q1ൻ്റെ കളക്ടറിലെ വോൾട്ടേജ് അപ്രോക്സിമേറ്റ്ലി ഗ്രൗണ്ട് വോൾട്ടേജ് ആയിരിക്കും വരിക. സെയിം ടൈമിൽ Q2 നോക്കുക. Q2ൻ്റെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ Q2 ഫുൾ ആയിട്ട് ഓഫായി പോയതുകൊണ്ട്, കട്ട് ഓഫ് ആയതുകൊണ്ട് ഇതിൻ്റെ കളക്ടർ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് നേരെ വന്ന് +V വോൾട്ടാണ് ഔട്ട്പുട്ടിൽ. അതായത് V0 എന്തായി, +V വോൾട്ടായി. അപ്പോൾ ഈ ഒരു രീതിയിൽ നിൽക്കുകയാണ്. അപ്പം ഇനി ഇപ്പോൾ ഉണ്ടാകുന്ന എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കപ്പാസിറ്റർ C1 എടുക്കുക. കപ്പാസിറ്റർ C1ൻ്റെ ഒരു എൻഡിൽ ട്രാൻസിസ്റ്ററിൻ്റെ കളക്ടറോട് ബന്ധിപ്പിച്ചേക്കുന്ന ആ എൻഡിലെ വോൾട്ടേജ് എന്താണ്, അപ്രോക്സിമേറ്റ്ലി ഗ്രൗണ്ടാണ്. അല്ലെങ്കിൽ 0.2 വോൾട്ട്, അല്ലെങ്കിൽ ഗ്രൗണ്ട് എന്ന് പറയാം, ഇവിടെ ഗ്രൗണ്ട് എന്ന് വെക്കാം. അതുപോലെ ഇതിൻ്റെ ഈ എൻഡ് R1 വഴി ഇവിടെ +Vയിലേക്കാണ് കിടക്കുന്നത്. സെയിം ടൈമിൽ കപ്പാസിറ്റർ C2 നോക്കുക. C2ൻ്റെ ഒരെൻഡ് ഇവിടെ മാർക്ക് ചെയ്തേക്കുന്നത് ഈ എൻഡിലെ വോൾട്ടേജ് +V ആണ്. ഈ R2 വഴി നേരെ ഇവിടെ വരുമ്പോഴും അടുത്ത എൻഡും എന്നാണ് +V ആണ്. അപ്പോൾ ഈ കപ്പാസിറ്റർ C2ന് അക്രോസ് ആയിട്ട് പൊട്ടൻഷ്യൽ ഇവൻ ചാർജ് ചെയ്യാനൊന്നും പോവില്ല. പക്ഷേ കപ്പാസിറ്റർ C1ൻ്റെ കേസിൽ എന്താണ്, ഒരു എൻഡ് ഗ്രൗണ്ടും അടുത്ത എൻഡ് +V ആണ്. അപ്പം കപ്പാസിറ്റർ C1 എന്ത് ചെയ്യും, കപ്പാസിറ്റർ C1 ചാർജസ് ടുവേഴ്സ് +V. കാരണം കപ്പാസിറ്ററിന് വേറൊരു ഫംഗ്ഷൻ കൂടെ ഉണ്ട്. കപ്പാസിറ്റർ അക്രോസ് ആയിട്ട് DC കൊടുത്തിട്ടുണ്ടെങ്കിൽ DC വോൾട്ടേജ് കൊടുത്താൽ ആ DC വോൾട്ടേജിലേക്ക് കപ്പാസിറ്റർ എന്ത് ചെയ്യാൻ തുടങ്ങും, ചാർജ് ചെയ്യും. അപ്പോൾ ഇതനുസരിച്ചിട്ട് നമ്മുടെ C1ൻ്റെ ഒരു എൻഡിൽ ഗ്രൗണ്ടും അടുത്ത എൻഡിൽ +V ആണ്. അപ്പം കപ്പാസിറ്റർ എന്ത് ചെയ്യും, അതിനകത്തൂടെ എല്ലാ റെസിസ്റ്റൻസ് ഉണ്ടായിരുന്ന ആ R1 വഴി എന്ത് ചെയ്യും, കപ്പാസിറ്റർ C1 ചാർജസ് ടുവേഴ്സ് +V ത്രൂ റെസിസ്റ്റർ R1. അപ്പം അതനുസരിച്ചിട്ട് ഇപ്പം കപ്പാസിറ്റർ അനുസരിച്ചിട്ട് കപ്പാസിറ്റർ വോൾട്ടേജ് കൂടാൻ തുടങ്ങും. അപ്പോൾ ഈ കപ്പാസിറ്ററിൻ്റെ ഇവിടെ നിങ്ങൾ നോക്കുക, ഈ സൈഡിൽ പൊട്ടൻഷ്യൽ എന്തായിരിക്കും, ഗ്രൗണ്ടും ഈ സൈഡിൽ പോസിറ്റീവ് ആയിരിക്കും ഉണ്ടാകുന്നത്. അപ്പം ഈ പോസിറ്റീവ് വോൾട്ടേജ് നേരെ ഉണ്ടാകുന്ന ഈ വോൾട്ടേജ് നേരെ എവിടേക്കാണ് കൊടുത്തേക്കുന്നത്, Q2 എന്ന ട്രാൻസിസ്റ്ററിൻ്റെ ബേസിലേക്കാണ് നിൽക്കുന്നത്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രാൻസിസ്റ്റർ Q2ൻ്റെ ബേസ് എമിറ്റർ വോൾട്ടേജിലേക്കാണ് ഇത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ കപ്പാസിറ്റർ C1ൻ്റെ വോൾട്ടേജ് ഗ്രൗണ്ടിൽ നിന്ന് കൂടി എപ്പോഴാണോ 0.7 വോൾട്ട് എത്തുന്നത്, അപ്പോൾ എത്തുമ്പം ഇവിടെ നിങ്ങൾക്ക് നോക്കി അറിയാം ട്രാൻസിസ്റ്റർ Q2ൻ്റെ ബേസ് എമിറ്റർ വോൾട്ടേജ് എന്താവും, 0.7 ആവും. ഈ വോൾട്ടേജ് തന്നെയാണ് ഈ വോൾട്ടേജ്. അപ്പം ട്രാൻസിസ്റ്റർ Q2ൻ്റെ ബേസ് എമിറ്റർ വോൾട്ടേജ് ഫോർവേഡ് ബയാസ് ആകും. എന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ VB ഈ വോൾട്ടേജ് കൂടി ഇത് വരുമ്പം 0.7 മുകളിൽ വരുമ്പം ട്രാൻസിസ്റ്റർ Q2
ഫോർവേഡ് ബയാസ് ആയി. കാരണം ഈ കപ്പാസിറ്റർ വോൾട്ടേജ് നേരെ കിട്ടുന്നത് ഇതിൻ്റെ ബേസിലേക്കാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എന്തായി, ട്രാൻസിസ്റ്റർ Q2 പതുക്കെ ഒന്ന് ഓണാവാൻ തുടങ്ങും. ട്രാൻസിസ്റ്റർ Q2 ഓണാവാൻ തുടങ്ങുമ്പോൾ ട്രാൻസിസ്റ്റർ Q2വിൻ്റെ ആ റെസിസ്റ്റൻസ് ആണ് കുറയുന്നത്. അതുകൊണ്ടാണല്ലോ കണ്ടക്ഷൻ ഉണ്ടാകുന്നത്. പതുക്കെ ഓണാവാൻ തുടങ്ങുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പതുക്കെ കണ്ടക്ഷൻ ഉണ്ടാവാൻ തുടങ്ങുന്നു. പതുക്കെ ചെറുതായിട്ട് കണ്ടക്ഷൻ ഉണ്ടാവാൻ തുടങ്ങുമ്പം അതിൻ്റെ ആ റെസിസ്റ്റൻസ് കുറയുന്നു. അപ്പോൾ ഈ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈ പോയിന്റിലെ വോൾട്ടേജ് എന്ത് സംഭവിക്കും? ഈ റെസിസ്റ്റൻസ് കുറയുമ്പം ഈ പോയിന്റിലെ വോൾട്ടേജ് കുറയുന്നു. ആ കുറവ് കപ്പാസിറ്റർ, അതായത് ട്രാൻസിസ്റ്റർ Q2വിൻ്റെ കളക്ടർ പോയിന്റിലെ വോൾട്ടേജ് കുറയുന്നു. ആ കുറവ് കപ്പാസിറ്റർ C2 വഴി Q1 എന്ന ട്രാൻസിസ്റ്ററിൻ്റെ ബേസിലേക്ക് കിട്ടുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ട്രാൻസിസ്റ്റർ Q1ൻ്റെ ബേസ് എമിറ്റർ വോൾട്ടേജ് കുറയുന്നു. അപ്പോൾ നേരത്തെ ഇദ്ദേഹം ഫുൾ ഓൺ ആയിട്ടിരിക്കുമായിരുന്നു ട്രാൻസിസ്റ്റർ Q1. പക്ഷേ ഇപ്പോൾ എന്തായി, ആ ബേസ് എമിറ്ററിലെ വോൾട്ടേജ് ഒരു അല്പം കുറയുമ്പോൾ എന്ത് ചെയ്യും? ആ ട്രാൻസിസ്റ്ററിൻ്റെ കണ്ടക്ഷൻ ഒരു അല്പം കുറയും. പൂർണ്ണമായിട്ടുള്ള അല്പം ഒന്ന് കുറയും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രാൻസിസ്റ്റർ Q1ൻ്റെ കണ്ടക്ഷൻ കുറയുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ട്രാൻസിസ്റ്റർ Q1ൻ്റെ റെസിസ്റ്റൻസ് കൂടുന്നു എന്നാണ്. അപ്പോൾ നാച്ചുറലി ട്രാൻസിസ്റ്റർ Q1ൻ്റെ കളക്ടർ പോയിന്റിലെ വോൾട്ടേജ് എന്ത് ചെയ്യാൻ തുടങ്ങും? അല്പം കൂടാൻ തുടങ്ങും. ആ കൂടുന്ന ആ വോൾട്ടേജ്, അതായത് ഈ പോയിന്റിലെ ആ വോൾട്ടേജ് നേരെ കപ്പാസിറ്റർ ആ കൂടുന്ന ആ വോൾട്ടേജ് നേരെ കപ്പാസിറ്റർ C1 വഴി Q2വിൻ്റെ ബേസിലേക്ക് വരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രാൻസിസ്റ്റർ Q2വിൻ്റെ ബേസ് എമിറ്റർ വോൾട്ടേജിന് എന്ത് സംഭവിക്കും? അത് കൂടാൻ തുടങ്ങുന്നു. അപ്പോൾ ട്രാൻസിസ്റ്റർ Q2 കുറച്ചുകൂടെ ഫോർവേഡ് ബയാസ് ആകുന്നു. അതനുസരിച്ച് ട്രാൻസിസ്റ്റർ Q2 കുറച്ചുകൂടെ കണ്ടക്ട് ചെയ്യുന്നു. അപ്പോഴെന്താ സംഭവിക്കുക? Q2വിൻ്റെ ആ റെസിസ്റ്റൻസ് എന്ത് ചെയ്യും? കുറയുന്നു. അപ്പോൾ Q2വിൻ്റെ കളക്ടർ വോൾട്ടേജ് കറസ്പോണ്ടിങ് ആയിട്ട് കുറഞ്ഞു വരുന്നു. ആ കുറവ് C2 വഴി വരുന്ന നേരെ ആ C2വിൽ നിന്നും Q1ൻ്റെ ബേസിലേക്ക് വന്നു. Q1 ബേസ് എന്ത് ചെയ്യും? വീണ്ടും അതിൻ്റെ ബേസ് എമിറ്റർ വോൾട്ടേജ് കുറയുന്നു. അപ്പോൾ ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്ത് ട്രാൻസിസ്റ്റർ Q1 ആയിട്ട് ട്രാൻസിസ്റ്റർ Q1 എന്ത് ചെയ്യും? ഫുൾ ആയിട്ട് ഓഫ് ആവുകയും ചെയ്യും. അതുപോലെ സെയിം ടൈമിൽ ട്രാൻസിസ്റ്റർ Q2 എന്താവും? ഫുള്ളായിട്ട് അവനെ ഓൺ ആവുകയും ചെയ്യും. അപ്പോൾ നേരത്തെ ഇവിടുത്തെ ഇതെന്തായിരുന്നു? ഇപ്പോൾ ഇത് ഫുള്ളായിട്ട് ഓൺ ആകുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അക്രോസ് ആയിട്ടുള്ള V0 എന്താണ്? ഫുള്ളായിട്ട് ഓൺ ആയിക്കഴിഞ്ഞാൽ ഗ്രൗണ്ട് പൊട്ടൻഷ്യലാണ്. അല്ലെങ്കിൽ എന്താണ്, നമുക്ക് വേണമെങ്കിൽ പറയാം VCE സാച്ചുറേഷൻ, അതായത് +2 വോൾട്ടേ ഉള്ളൂ, 0.2 വോൾട്ടേ ഉള്ളൂ ഇവിടെ വരുള്ളൂ. 0.2 വോൾട്ടിൽ കൂടുതൽ ഇവിടെ വരില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഔട്ട്പുട്ട് നേരത്തെ ഹൈ ആയിരുന്നു. ഇത് ഫുള്ളായിട്ട് ഓൺ ആയപ്പോൾ ഔട്ട്പുട്ട് എന്തായി? ലോ ആയി. സെയിം ടൈമിൽ ഇവിടത്തേത് ഹൈ ആയിരുന്നു, അത് ലോ ആയിരുന്നു, അതിപ്പോൾ ഹൈ ആയി. ഇനി അടുത്ത് ഈ പ്രോസസ്സ് വീണ്ടും റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ആദ്യം Q1 ആയിരുന്നു ഓണെങ്കിൽ പിന്നെ Q2 ഓണായി, പിന്നെ Q1 ഓൺ ആവും ഓട്ടോമാറ്റിക്കായിട്ട്, പിന്നെ Q2 ഓൺ ആവും. അപ്പോൾ അങ്ങനെ ട്രാൻസിസ്റ്റർ Q1ഉം Q2 മാറി ഓണും ഓഫ് ആയിക്കൊണ്ടേയിരിക്കും. അപ്പം ഇവിടെ നമുക്ക് നോക്കിയാൽ അറിയാം, പ്രത്യേകിച്ച് ഒരെണ്ണം ഓണായിട്ടിരിക്കുന്ന ഒരു സ്റ്റേറ്റ് അല്ലെങ്കിൽ ഓഫായിട്ട് ഇരിക്കാവുന്ന ഒരു സ്റ്റേറ്റ് ഇല്ല. അതുകൊണ്ടാണ് പറയുന്നത് അൺസ്റ്റേബിൾ മൾട്ടിവൈബ്രേറ്റർ എന്ന് പറയാൻ കാരണം. ഒരു സ്റ്റേബിളായിട്ടൊരു സ്റ്റേറ്റ് ഇല്ല. ഒന്നെങ്കിൽ ഓൺ ആയിട്ട് തന്നെ ഇരുന്നേക്കാം എന്നാണെങ്കിൽ ഓൺ സ്റ്റേറ്റ്, അപ്പോൾ ഒരു സ്റ്റേബിൾ സ്റ്റേറ്റ് എന്ന് പറയാൻ പറ്റും. അങ്ങനെയൊന്നുമില്ല. ഇതെന്ത് ചെയ്യും? ഓണായി വീണ്ടും ആ സ്റ്റേറ്റിൽ നിന്ന് വീണ്ടും ഓഫിലേക്കായി, വീണ്ടും ഓട്ടോമാറ്റിക്കായിട്ട് ഓണായി ഓഫായി അങ്ങനെ പോകുന്നു. അതുകൊണ്ട് തന്നെയാണ് അതിനെ അൺസ്റ്റേബിൾ മൾട്ടിവൈബ്രേറ്റർ എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ ചാർജിങ് ടൈമാണ്. നമുക്കറിയാം, ഇപ്പോൾ റെസിസ്റ്റർ കപ്പാസിറ്ററിൻ്റെ കേസ് കോമ്പിനേഷൻ്റെ ടൈം കോൺസ്റ്റൻ്റ് എന്നാണ്. ടൈം കോൺസ്റ്റൻ്റ് T=RC ആണ്. ഈ ഒരു കേസിലെ ടൈം കോൺസ്റ്റൻ്റ് ഇപ്പം ഇതിൻ്റെ T1 ഈ R1C1ൻ്റെ ഈ ചാർജിങ് ടൈം 0.694 R1C1 ആണ്. അപ്പോൾ 0.694 R1C1. അപ്പോൾ ഈ 0.694 എന്നുള്ള ഒരു ടൈം, മറ്റേ നമ്മൾ T=RC എന്നുള്ളത് നിങ്ങൾക്ക് അറിയാവുന്നതാണെങ്കിലും ഈ 0.694 എന്നുള്ള ആ ഒരു വാക്ക് ഒന്ന് ഒരു ഒറ്റ എണ്ണമുള്ളൂ, ഒന്ന് മാക്സിമം എനിക്ക് കാണാതെ പഠിപ്പിക്കാൻ താല്പര്യമില്ല, എങ്കിലും ആ ഒരു ടേം നിങ്ങളൊന്ന് മനസ്സിൽ കുറിച്ചിട്ടാൽ മതി. അതുപോലെ സിമിലർലി ഇപ്പം ഈ കപ്പാസിറ്റർ C2ൻ്റെ ചാർജിങ് ഇതിനകത്ത് ചാർജ് ചെയ്യുന്ന ടൈം കോൺസ്റ്റൻറ്റ് T2 0.694 R2C2 ആണ്. ഇനി അടുത്ത അതിൻ്റെ വേവ് ഫോം നോക്കുക. ഇതാണ് അതിൻ്റെ വേവ് ഫോം കാണിച്ചേക്കുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞിരുന്നു, ഇപ്പം നമുക്ക് വേണമെങ്കിൽ ട്രാൻസിസ്റ്റർ Q1ൻ്റെ ഔട്ട്പുട്ടിൽ നിന്ന് Q1ൻ്റെ കളക്ടറിൽ നിന്ന് ഔട്ട്പുട്ട് എടുക്കാം, അല്ലെങ്കിൽ ട്രാൻസിസ്റ്റർ Q2ൻ്റെ കളക്ടറിൽ നിന്ന് എടുക്കാം. ഇപ്പോൾ ഇത് Q1ൻ്റെ കളക്ടറിൽ നിന്നും Q2ൻ്റെ കളക്ടറിൽ നിന്നും എടുത്തിരിക്കുന്നതാണ് കാണിച്ചിരിക്കുന്നത്. അപ്പം
Q1 കളക്ടറിൽ ഇപ്പം ഔട്ട്പുട്ട് വോൾട്ടേജ് എടുത്ത് അത് 0 ലോ ആണെങ്കിൽ സെയിം ടൈമിൽ Q2വിൽ നിന്നാണെങ്കിൽ അത് ഹൈ ആയിരിക്കും. അതുപോലെ Q1 കളക്ടറിൽ അത് ഹൈ ആണ് എങ്കിൽ സെയിം ടൈമിൽ Q2വിൻ്റെ കളക്ടർ വോൾട്ടേജ് ലോ ആയിരിക്കും. ഇതിൻ്റെ അതായത് Q1ഉം Q2ഉം തമ്മിൽ ഒരു 180 ഡിഗ്രി ഔട്ട് ഓഫ് ഫേസിലായിരിക്കും പോകുന്നത്. അപ്പോൾ അതാണ് ഇവിടെ വേവ് ഫോം കാണിച്ചിരിക്കുന്നത്. Q1 ഓണും Q2 ഓഫും ആകുമ്പോൾ നമ്മുടെ ഔട്ട്പുട്ട് Q1ൻ്റെ കളക്ടറിലാണെങ്കിൽ ഇങ്ങനെ, Q2വിൻ്റെ കളക്ടറിലാണെങ്കിൽ ഇങ്ങനെ. അപ്പോൾ ഒരു വേവ് ഫോം കാണിച്ചിരിക്കുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ടൈം, ചാർജിങ് T1ൻ്റെ ചാർജിങ് ടൈം, T2ൻ്റെ ചാർജിങ് ടൈം. അങ്ങനെയെങ്കിൽ ടോട്ടൽ ഇപ്പോൾ T1ൻ്റെ ചാർജിങ് ടൈം നേരത്തെ പറഞ്ഞ ഇക്വേഷൻ തന്നെ ഞാൻ ഒന്നുകൂടെ കാണിച്ചിരിക്കുന്നു എന്നേ ഉള്ളൂ. അതുപോലെ ഇവിടെ ഈ 1 എന്നുള്ളതൊരു അബദ്ധത്തിനാണ് ഞാൻ ടൈപ്പ് ചെയ്ത വന്നൊരു എററാണ്, നിങ്ങളത് നോക്കുക. അപ്പോൾ ടോട്ടൽ ടൈം T ഈസ് ഈക്വൽ ടു, അതായത് ഒരു വേവ് ഫോമിൻ്റെ ടോട്ടൽ ടൈം പീരീഡ്, അതായത് ഇവിടം തൊട്ട് ഇവിടം വരെയാണല്ലോ ഒരു ഫുൾ വേവ് ഫോം, അതിൻ്റെ ടൈം പീരീഡ് എന്താണ്? T1 + T2 ആണ്. അപ്പം T1ൻ്റെ T2ൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ T ഈസ് ഈക്വൽ ടു നമുക്കിങ്ങനെ കിട്ടി. അപ്പം നമുക്ക് ഇതിനകത്ത് നമുക്കറിയാം ഐഡൻറ്റിക്കൽ കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, R1 ഈസ് ഈക്വൽ ടു R2 ആണ്. അപ്പോൾ അങ്ങനെയെങ്കിൽ ഞാനിപ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ എഴുതുന്നു R ഈസ് ഈക്വൽ ടു R1, R ഈസ് ഈക്വൽ ടു R1 ഈസ് ഈക്വൽ ടു R2, C ഈസ് ഈക്വൽ ടു C1 ഈസ് ഈക്വൽ ടു C2. അതുപോലെ അപ്പോൾ അങ്ങനെയാകുമ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ T എന്ത് കിട്ടി നമുക്ക്? 0.694 RC പ്ലസ് 0.694 RC എന്ന് കിട്ടി. ദാറ്റ് ഈസ് T ഈസ് ഈക്വൽ ടു 0.694 ഇൻറ്റു 2 RC വന്നു. നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ F ഈസ് ഈക്വൽ ടു എന്താണ്? 1/T ആണ്, അതായത് ടൈമിൻ്റെ റെസിപ്രോക്കലാണ്. അങ്ങനെയെങ്കിൽ Tയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ F ഈസ് ഈക്വൽ ടു 1/0.694 ഇൻറ്റു 2 RC കിട്ടി. ദാറ്റ് ഈസ് ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ F ഈസ് ഈക്വൽ ടു 0.72/RC ആണ്. ഇതാണ് അതിൻ്റെ ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻസ്. അപ്പം ഇതാണ് ഇപ്പം നിങ്ങൾക്കിപ്പോൾ ലാബിലൊരിപ്പം എക്സാമ്പിൾ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ലാബ് എക്സ്പെരിമെൻറ്റ് ചെയ്യുമ്പോൾ നിങ്ങളോട് പറയുന്ന ഡിസൈൻ എ അൺസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ വിത്ത് ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ 1 kHz എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഈ ഇക്വേഷൻ എഴുതുക. നമ്മുടെ സർക്യൂട്ട് ഡയഗ്രം നമ്മൾ ഓൾറെഡി കണ്ട ആ സർക്യൂട്ട് ഡയഗ്രം വരയ്ക്കുക, എന്നിട്ട് ഈ ഇക്വേഷൻ എഴുതുക. അത് കഴിഞ്ഞിട്ട് എഫിൻ്റെ സ്ഥാനത്ത് നമ്മൾ 1 kHz കൊടുത്തിട്ട് ലെറ്റ് C ഈസ് ഈക്വൽ ടു കപ്പാസിറ്റൻസ് C ഈസ് ഈക്വൽ ടു 0.1 മൈക്രോഫാരഡ് കൊടുക്കുക. എന്നിട്ട് ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് Rൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. എന്നിട്ട് ആ വാല്യൂ അവിടെ കൊടുക്കുക. അത്രയേ ഉള്ളൂ അതിനകത്ത് ചെയ്യാനുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ ചാനൽ സാധിക്കുമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.